എന്തായാലും റെയിൽവേ സ്റ്റേഷനിലെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് ഇത്തരത്തിൽ ക്ലോക്ക് ടവറിന്റെ മേൽക്കൂര തകർന്ന് വീണിരിക്കുന്നത്. ക്ലോക്ക് ടവർ ആണ് ഇടിഞ്ഞു വീണത്. പാതിയാണ് ഇത്തരത്തിൽ കനത്ത മഴയിൽ തുടർന്ന് അല്ലെങ്കിൽ കാലപ്പഴക്കമാകാം ഇത്തരത്തിലൊരു അപകടത്തിനിടയാക്കിയ സാഹചര്യം എന്നാണ് നമ്മളൊരു നിഗമനത്തിലേക്കാണ് എത്തുന്നത്. നിലവിൽ സ്ഥലത്തേക്കുള്ള ഒരു പ്രവേശനം അടക്കം റെയിൽവേ അധികൃതരും പോലീസുകാരും നിരോധിച്ചിട്ടുണ്ട്. സ്ഥലത്തു നിന്ന് ആളുകളെ അടക്കം മാറ്റുന്ന ഒരു നടപടിയിലേക്കാണ് നിലവിൽ കാര്യങ്ങൾ കടക്കുന്നത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. നിലവിൽ അവിടെ റെയിൽവേ ഉദ്യോഗസ്ഥരും പോലീസും ഫയർഫോഴ്സും അടക്കം എത്തി എന്താണ് അല്ലെങ്കിൽ ഈ ഒരു കെട്ടിടത്തിൽ അടർന്നു വീണ അല്ലെങ്കിൽ അപകടം ഉണ്ടായ സാഹചര്യത്തിൽ അത് നീക്കം ചെയ്യാനുള്ള പ്രവർത്തികളൊക്കെ തുടങ്ങാനുള്ള ഒരു ശ്രമത്തിലേക്കാണ് ഫയർഫോഴ്സും പോലീസും അടക്കം കടക്കുന്നത്. എങ്കിലും വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഇതിന്റെ പകുതി ഈ ഒരു ക്ലോക്ക് ടവറിന്റെ പകുതി ഭാഗമാണ് ഇടിഞ്ഞു വീണിരിക്കുന്നത്. ഇനിയും ഒരു അപകടം ഉണ്ടാകാം എന്നൊരു ആശങ്ക നിഴലിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഈ കെട്ടിടത്തിന്റെ പകുതി ഭാഗം അല്ലെങ്കിൽ വീണ ഭാഗം അവിടുന്ന് നീക്കം ചെയ്യാനുള്ളൊരു സാധ്യത അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റിയാസ് കെമാർ ഉണ്ട്. റിയാസ്, എന്തായാലും വലിയൊരു ദുരന്തമാണ് വഴിമാറി പോകുന്നത്. ഇപ്പോൾ ഫയർഫോഴ്സ് അടക്കം സ്ഥലത്തെത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റെയിൽവേ അധികൃതരുടെയും പോലീസിന്റെയും അടക്കം ഭാഗത്തു നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? എന്തായാലും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ഇത്തരത്തിൽ കെട്ടിടം തകർന്നു വീണിരിക്കുന്നത്. ആരെങ്കിലും ഇതിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നൊരു പരിശോധന കൂടി റെയിൽവേ നടത്തുന്നുണ്ടെങ്കിലും ആളുകൾ ഇല്ല എന്നൊരു നിഗമനത്തിലാണ് നിലവിൽ പോലീസും ഫയർഫോഴ്സും അടക്കം ഉള്ളവര്. രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ഇത്തരത്തിൽ അപകടം നടന്നത്. എന്താണ് ഇത്ര പെട്ടെന്ന് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിക്കാൻ ഇടയാക്കിയ സാഹചര്യം എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. ചിലപ്പോൾ കെട്ടിടത്തിന്റെ കാലപ്പഴക്കമാകാം ഇത്തരത്തിൽ കെട്ടിടം ഭാഗികമായി തകർന്നു വീഴാൻ ഇടയാക്കിയ സാഹചര്യം. എന്തായാലും ആ ഒരു സമയത്ത് ഈ അപകടം നടക്കുന്ന സമയത്ത് ആ പ്ലാറ്റ്ഫോമിൽ ആരും ഇല്ലാതിരുന്നതിനാലാണ് ഒരു ദുരന്തം ഒഴിവായി മാറുന്നത്. ആർക്കും ഈ ഒരു സമയത്ത് പരിക്കില്ല. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഈ കെട്ടിടം തകർന്നു വീഴുന്നത് കണ്ട് ഓടി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. റിയാസ് കെമാർ ഉണ്ട്. റിയാസ്, എന്തായാലും ഇപ്പോൾ വലിയൊരു ദുരന്തം വഴിമാറിപ്പോയി എന്ന് തന്നെ നമുക്ക് പറയാം. ഇനി ആരെങ്കിലും ഈ ഒരു അപകടത്തിൽ അല്ലെങ്കിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് എന്തായാലും വ്യക്തത വരേണ്ടതുണ്ട്. നിലവിൽ റെയിൽവേ അധികൃതരുടെയും പോലീസുകാരുടെയും ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? ഔദ്യോഗികമായി റെയിൽവേ അധികൃതരും പോലീസും വ്യക്തമാക്കുന്നത് അവിടെ ആർക്കും തന്നെ ആളപായമോ പരിക്കോ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഈ ഒരു മേൽക്കൂര തകർന്ന് വീഴുന്ന ശബ്ദം കേട്ട ഉടൻ തന്നെ അതിന്റെ പരിസരത്തുണ്ടായിരുന്ന ആളുകൾ ഓടി മാറിയിരുന്നു. മാത്രമല്ല, ഇപ്പോൾ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ആർക്കും തന്നെ പ്രവേശനം അനുവദിക്കുന്നില്ല. കാരണം അങ്ങോട്ട് പോകരുത് തുടങ്ങിയ അനൗൺസ്മെന്റുകൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നുണ്ട്. ഈ അപകടം സംബന്ധിച്ച് തന്നെ മുന്നറിയിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അനൗൺസ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ഒരു അറിയിപ്പ് എന്ന രീതിയിൽ ഒക്കെ നൽകി വരുന്നുണ്ട് ഇപ്പോൾ. കാരണം ഇത് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ അപകടം സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആരും തന്നെ അങ്ങോട്ടേക്ക് പോകരുത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും ഈ പൊതുജനങ്ങൾക്കായി നൽകുന്ന വിവരം എന്ന് പറയുന്നത്. അധികൃതർ ഔദ്യോഗികമായി അറിയിക്കുന്നത് മറ്റ് ആളപായമോ പരിക്കുകളോ ഒന്നും തന്നെ ഈ സംഭവത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് വലിയ ആശ്വാസമാണ്. എങ്കിൽ കൂടിയും ഈ ഒരു സാഹചര്യം അത് തീർത്തും ഒഴിവാക്കപ്പെടേണ്ടതാണ്. ഇനി ക്ലോക്ക് ടവറിന്റെയും അല്ലെങ്കിൽ ഈ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിന്റെ മേൽക്കൂരയുടെയും കാലപ്പഴക്കം കാരണം അപകടം യാദൃശ്ചികമായി സംഭവിച്ചു എന്ന് പറഞ്ഞാൽ പോലും ഇത്തരത്തിലൊരു കാലപ്പഴക്കമുള്ള മേൽക്കൂര അടക്കമുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ മറ്റ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ആകെ 4 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. 1, 2, 3, 4 പ്ലാറ്റ്ഫോമുകളുടെ മേൽക്കൂരകളുടെ സുരക്ഷിതത്വം എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായി പരിശോധിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് നിരന്തരമായി ഇവിടെയൊക്കെ യാത്രയ്ക്കും മറ്റുമായി ആയിരക്കണക്കിന് ആളുകൾ ദിവസേന എന്ന മട്ടിൽ ഒഴുകിയെത്തുന്ന ഒരു ഇടമാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ കോഴിക്കോട് നിന്ന് മലബാർ മേഖലയിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അവിടെയാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. ആളപായം ഉണ്ടായി എന്നുള്ളത് കൊണ്ട് തന്നെ ആളപായം ഉണ്ടായില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ ഗൗരവത്തെ കുറച്ച് കാണാൻ നമുക്ക് കഴിയുകയുമില്ല.
റിയാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കെട്ടിടത്തിന്റെ കാലപ്പഴക്കം സംബന്ധിച്ച നേരത്തെ വിവരം ലഭിച്ചതാണ്. ഈ ക്ലോക്ക് ടവറിന് കാലപ്പഴക്കം ഉണ്ട് എന്നൊരു കാര്യത്തിൽ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ കൃത്യമായ മുൻകരുതലുകൾ എടുക്കാൻ സാധിക്കാതെ പോയത് റെയിൽവേയുടെ ഒരു വീഴ്ച തന്നെയല്ലേ? തീർച്ചയായും അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ ഘട്ടത്തിൽ ഒരു ആരോപണമായി ഉന്നയിക്കാം. എങ്കിൽ കൂടിയും എന്താണ് സംഭവിച്ചത് എന്നൊരു വിശദമായ പരിശോധന ഉണ്ടാവട്ടെ. കാരണം ആ വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് ഇത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തത വരികയുള്ളൂ. കാരണം ഇതൊരു അപകടം എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് കൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ റെയിൽവേയെ സംബന്ധിച്ച്, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനെ സംബന്ധിച്ച് വലിയ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളത് നമ്മൾ കാണാതിരുന്നുകൂടാ. കാരണം വലിയ രീതിയിലേക്ക് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ മാറാൻ പോകുന്നു. ഒരു വിമാനത്താവളത്തിന്റേത് എന്ന രീതിയിലേക്ക്, ഒരു എയർപോർട്ടിൽ എന്തൊക്കെ അത്യാധുനിക സൗകര്യങ്ങൾ ഉണ്ടാകുമോ ആ രീതിയിലേക്ക് മാറാൻ പോകുന്നു. കൂടുതലായി സ്ഥലം ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് രണ്ട് ഭാഗങ്ങളിലും, അതായത് ഒന്നാമത്തെയും നാലാമത്തെയും പ്ലാറ്റ്ഫോമുകൾ നിലനിൽക്കുന്ന രണ്ട് ഭാഗങ്ങളിലും ഒക്കെ കൂടുതൽ സംവിധാനങ്ങൾ വരുന്നു. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് ഈ പഴകിയ ഒരു ഇടത്തെ ഒരു പ്ലാറ്റ്ഫോം മേൽക്കൂരയും ഒപ്പം തന്നെ ക്ലോക്ക് ടവറും അടക്കമുള്ള കാര്യങ്ങളൊക്കെ തകർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അത് എങ്കിൽ കൂടി അതിനെ നമുക്ക് നിസ്സാരവൽക്കരിച്ച് കാണാൻ ഈ ഘട്ടത്തിൽ കഴിയില്ല. അത് വളരെ ഗൗരവകരമായ ഒരു അപകടം തന്നെയാണ് നടന്നത്. ഇക്കാര്യത്തിൽ വ്യക്തവും വിശദവുമായ ഒരു സമഗ്രമായ ഒരു അന്വേഷണം അനിവാര്യമാണ് എന്നുള്ളതാണ് പൊതുജനങ്ങളടക്കം വ്യക്തമാക്കുന്നത്. കാരണം യാത്രക്കാരുടെ സുരക്ഷ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു ട്രെയിൻ യാത്രയിലുമൊക്കെ സുരക്ഷ, നമ്മൾ പൊതുവെ ട്രെയിൻ യാത്ര നേരത്തെ സുരക്ഷിതമായ മാർഗമായിരുന്നെങ്കിൽ ഇപ്പോൾ ട്രെയിൻ യാത്രയിലെല്ലാം തന്നെ സുരക്ഷ കുറയുന്നു എന്നൊരു ആക്ഷേപം വളരെ ശക്തമായ ഒരു ഘട്ടത്തിലാണ്. റെയിൽവേ സ്റ്റേഷനിലും ജനങ്ങൾക്ക് ജീവന് സുരക്ഷയില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത് ഗൗരവകരമാണ്. അതുകൊണ്ട് ഇത് സംബന്ധിച്ച് റെയിൽവേ അതോറിറ്റി എല്ലാം തന്നെ റെയിൽ വകുപ്പ് ഒക്കെ വിശദമായ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. നടത്തി എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. അത് പൊതുജനങ്ങളോട് അവർ ഉത്തരം പറയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ തകർന്നു വീണ കെട്ടിടത്തിന്റെ ഭാഗികമായാണ് ഇത് തകർന്നു വീണത്. അപ്പോൾ ബാക്കി ഭാഗം ഇപ്പോഴും അവിടെ നിൽക്കുന്നു. അതൊരു അപകടം, ഇനി വരാനിരിക്കുന്ന ഒരു അപകടത്തിലേക്ക് നയിക്കാൻ കാരണമാകില്ല. കാരണം ഭാഗികമായി മാത്രമാണ് തകർന്നു വീണത്. ബലക്ഷയം ഉണ്ടെങ്കിൽ ഇനിയും ഒരു അപകടം ഉണ്ടാകാനുള്ള ഒരു സാധ്യത നിലനിൽക്കില്ലേ? നിലവിൽ അധികൃതർ ആലോചിക്കുന്ന കാര്യം, ഈ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ ട്രെയിനുകളും മറ്റും നിർത്തിയിരുന്നത് താൽക്കാലികമായി ഒഴിവാക്കുക, രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്കുള്ള പ്രവേശനം പൊതുജനങ്ങൾക്കുൾപ്പെടെ അവിടെ ഒഴിവാക്കുക, അത് നിരോധിക്കുക എന്നുള്ള ഒരു സാഹചര്യമായിരിക്കും, അത് നിയന്ത്രിക്കുക എന്നുള്ള ഒരു സാഹചര്യമായിരിക്കും അധികൃതർ ആലോചിക്കുന്നത്. അതിന്റെ ഭാഗം കൂടിയാണ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഉയർന്നു വരുന്ന അനൗൺസ്മെന്റുകൾ. ട്രെയിനുകളെല്ലാം തന്നെ പിടിച്ച് ഇട്ടിട്ടുണ്ട്. കാരണം കണ്ണൂർ ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് വരുന്ന ട്രെയിൻ എല്ലാം തന്നെ പിടിച്ചിട്ടുണ്ട്. ഇത് കാരണം ഒരുപക്ഷെ ഇനിയിപ്പോൾ ട്രെയിൻ സമയങ്ങളിൽ ഉൾപ്പെടെ മാറ്റം വരാനുള്ള സാധ്യതയും ഏറെയാണ്. കാരണം കൃത്യമായി ഒന്നാമത്തെയും നാലാമത്തെയും മൂന്നാമത്തെയും പ്ലാറ്റ്ഫോമുകളിലേക്ക് മാത്രമായി ഒരുപക്ഷെ ഇനിയിപ്പോൾ ട്രെയിനുകളുടെ വരവ് നിയന്ത്രിക്കേണ്ടി വരും. ആളുകളുടെ വരവ് പൂർണ്ണമായും രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ തടയേണ്ടി വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോഴിതാ നമുക്ക് കാണാം, ഇവിടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കണ്ണൂർ ഭാഗത്ത് നിന്ന് വരുന്ന ട്രെയിൻ, ഈ സമയത്ത് വരുന്ന ട്രെയിൻ അവിടെ പിടിച്ച് ഇട്ടിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷന്റെ ഒരു 500 മീറ്റർ അകലെ മാറി നിർത്തിയിട്ടിരിക്കുകയാണ് ഇപ്പോൾ. അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അവിടെയുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പരിശോധന വിധേയമാക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോൾ അത്തരത്തിൽ പിടിച്ചിട്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ട്രെയിനുകൾ പിടിച്ചിടുമ്പോൾ സ്വാഭാവികമായും ട്രെയിൻ സമയങ്ങളിൽ ഉൾപ്പെടെ വലിയ ഒരു വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് പല ട്രെയിനുകളും മലബാർ മേഖലയിലേക്കുള്ള പല ട്രെയിനുകളുടെ കാര്യത്തിലും ഒരുപക്ഷെ ഇപ്പോൾ സമയത്തിൽ വലിയ മാറ്റം വരാനുള്ള സാധ്യത ഈ ഘട്ടത്തിലുണ്ട്. അത് സംബന്ധിച്ച് ഔദ്യോഗികമായി അറിയിക്കേണ്ടത് അധികൃതരാണ്. നിലവിൽ അത് സംബന്ധിച്ച് ഒരു ഔദ്യോഗിക അറിയിപ്പ് വന്നിട്ടുമില്ല. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് ഇത്തരത്തിൽ ക്ലോക്ക് ടവർ തകർന്ന് വീണിരിക്കുന്നത്. രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് കെട്ടിടം തകർന്ന് വീണത്. സംഭവത്തിൽ നിലവിൽ ആർക്കും പരിക്കില്ല എന്നൊരു നിഗമനത്തിലേക്ക്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമിക വിവരത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അടച്ചിട്ട ഒരു ട്രെയിൻ ആയിരുന്നു പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്നത്. യാത്രക്കാർ പ്ലാറ്റ്ഫോമിൽ ഇല്ലാത്തതിനാൽ വലിയൊരു ദുരന്തമാണ് വഴിമാറിപ്പോയത്. ഈ ക്ലോക്ക് ടവറിന്റെ ശോചനീയാവസ്ഥ സംബന്ധിച്ച് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്നിട്ടും എന്തുകൊണ്ട് ഈ ഒരു അലംഭാവം ഉണ്ടായി
എന്നതാണ് ഇനി ചോദ്യം ചെയ്യപ്പെടേണ്ടത്. എന്തായാലും രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് ഇത്തരത്തിൽ ക്ലോക്ക് ടവറിന്റെ കെട്ടിടം ഭാഗികമായി തകർന്നു വീഴുന്ന സാഹചര്യം. നിലവിൽ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് യാത്രക്കാരുടെ പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. കൂടാതെ ഈ ഒരു പരിസര പ്രദേശത്തുള്ള ആളുകളെയൊക്കെ ആ സംഭവ സ്ഥലത്ത് നിന്ന് മാറ്റുകയാണ് പോലീസ്. കൂടാതെ ഫയർഫോഴ്സ് അടക്കം സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഈ ഒരു അവശിഷ്ടങ്ങൾ, കെട്ടിടാവശിഷ്ടങ്ങൾ പ്ലാറ്റ്ഫോമിലേക്ക് നീക്കുന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളിലേക്കാണ് ലഭിക്കേണ്ടത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്കാണ് കടക്കേണ്ടത്. അതിനു മുമ്പ് തന്നെ ഈ കെട്ടിടത്തിന്റെ നിലവിലെ അവസ്ഥ എന്താണെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഇനിയും ഒരു അപകടം ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ അടക്കം ഫയർഫോഴ്സും പോലീസും ചേർന്ന് നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അതുമായി ബന്ധപ്പെട്ട പരിശോധന അടക്കം നടന്നു വരികയാണ്. ഈ ഒരു കെട്ടിടത്തിന്റെ കാലപ്പഴക്കം തന്നെയാണ് ഈ പെട്ടെന്നുണ്ടായ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത്തരത്തിൽ അപകടം ഉണ്ടാകാൻ, അല്ലെങ്കിൽ ഇത് ഇടിഞ്ഞു വീഴാൻ ഇടയാക്കിയ സാഹചര്യം എന്നൊരു നിഗമനത്തിലേക്കാണ് പോലീസും ഫയർഫോഴ്സും അടക്കം എത്തുന്നത്. ആന്റണി സിസ്റ്റോർസ് ഉണ്ട് വിവരങ്ങളുമായി. ആന്റണി, എങ്ങനെയാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? ആന്റണി, ഇപ്പോൾ ഫയർഫോഴ്സ് അടക്കം സ്ഥലത്തെത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വീണ് കിടക്കുന്ന കെട്ടിടാവശിഷ്ടങ്ങൾ മാറ്റാനുള്ള നടപടികളിലേക്കായിരിക്കുമോ കടക്കുക, അതോ ഇനിയിപ്പോൾ നിലവിൽ ഭാഗികമായി തകർന്ന കെട്ടിടത്തിന്റെ നിലവിലത്തെ അവസ്ഥ എങ്ങനെയാണ് എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ അത്തരം നടപടികളിലേക്ക് ഫയർഫോഴ്സ് അടക്കം കടക്കുകയുള്ളൂ? തീർച്ചയായും നിലവിൽ ആ കെട്ടിടം അവിടെ തകർന്ന് കിടക്കുകയാണ്. അവിടേക്ക് ഇപ്പോൾ ഫയർഫോഴ്സ് അടക്കം എത്തിയിട്ടുണ്ട്. ഏതായാലും കെട്ടിടം ഇപ്പോൾ നീക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം നിലവിലില്ല. ഏതായാലും മുൻ മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസ് അടക്കം അവിടേക്ക് എത്തിയിരുന്നു. ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് ഇക്കാര്യത്തിൽ റെയിൽവേക്കെതിരെ മുഹമ്മദ് റിയാസ് അടക്കം ഉന്നയിക്കുന്നത്. കാരണം ഈ കെട്ടിടത്തിൽ നേരത്തെ തന്നെ വിള്ളൽ ശ്രദ്ധയിൽപ്പെട്ടിരുന്നതാണ്, വിള്ളൽ ഉണ്ടായിരുന്നതാണ്. എന്തുകൊണ്ട് എന്നിട്ട് അത് ഒരു പ്രിക്കോഷൻ അല്ലെങ്കിൽ ഒരു മുൻകരുതൽ നടപടി എടുത്തില്ല എന്നുള്ളതാണ്. ഇപ്പോഴും അവിടെ ഈ ജനങ്ങൾ, ഈ യാത്രക്കാർ ട്രെയിൻ കയറാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. സ്വാഭാവികമായും അത്തരത്തിൽ അപകടാവസ്ഥയിലുള്ള ഒരു കെട്ടിടമാണെങ്കിൽ എന്തിന് അവിടെ ആളുകളെ പ്രവേശിപ്പിച്ചു, അല്ലെങ്കിൽ അത് ആളുകളെ മുൻകൂട്ടി അറിയിക്കേണ്ടതുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ മുഹമ്മദ് റിയാസ് പറഞ്ഞത് അനുസരിച്ച്. ഏതായാലും വലിയൊരു വീഴ്ച റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം വിള്ളൽ നേരത്തെ കണ്ടെത്തിയ ഒരു കെട്ടിടമാണ് ഈ ക്ലോക്ക് ടവർ എന്ന് പറയുന്നത്. ഇത് എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഏതാണ്ട് 150 വർഷത്തിന് മുകളിൽ പഴക്കമുണ്ട് ഈ ക്ലോക്ക് ടവറിന്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് സ്ഥാപിച്ചതാണ് ഈ ക്ലോക്ക് ടവർ, റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിക്കുന്ന കാലത്ത്. അപ്പോൾ അത്രയും പഴക്കമുള്ളൊരു കെട്ടിടമാണ്. അതിന് ബലക്ഷയമുണ്ട്, അതിൽ വിള്ളലുണ്ട് എന്നുള്ളത് കണ്ടെത്തിയതാണ്. പക്ഷേ അത് വേണ്ട നടപടികൾ ഉണ്ടായില്ല എന്നുള്ളതാണ്. ഏതായാലും തലനാരിടയ്ക്ക് അല്ലെങ്കിൽ വലിയൊരു ദുരന്തം സംഭവിക്കേണ്ടതാണ്. കാരണം യാത്രക്കാർ ഒരുപാട് കടന്നു പോകുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് കോഴിക്കോട് എന്ന് പറയുന്നത്. ഈ പ്ലാറ്റ്ഫോമിലും പ്രധാനപ്പെട്ട ട്രെയിനുകളെല്ലാം നിർത്തുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കോഴിക്കോട് കണ്ണൂർ പാസഞ്ചർ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. ഈ ട്രെയിൻ 2:05 പുറപ്പെടാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ട്രെയിനാണ്. ആ ഘട്ടത്തിൽ ആ ട്രെയിൻ പുറപ്പെടുന്ന സമയത്താണ് ഇത്തരമൊരു അപകടം ഉണ്ടാകുന്നതെങ്കിൽ അതിന് തൊട്ട് മുമ്പാണെങ്കിൽ പോലും അവിടെ യാത്രക്കാരടക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഈ അപകടത്തിൻ്റെ വ്യാപ്തി വളരെ വലുതാകും. ഇപ്പോൾ ഒരു തലനാരിടയ്ക്ക് ഒരു വൻ ദുരന്തം ഒഴിവായി പോയി എന്നുള്ളത് കൊണ്ട് നമുക്ക് ആശ്വസിക്കാൻ കഴിയും. പക്ഷേ ഒരു വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് അവിടെ സ്ഥലം സന്ദർശിച്ച MLA മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നേരത്തെ അവിടെ ചില ജീവനക്കാർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവരെല്ലാം ഈ കെട്ടിടം ഇടിഞ്ഞു വീഴുന്നത് കണ്ട് ഓടി മാറുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് അവരതിൽ നിന്ന് രക്ഷപ്പെട്ടത്. ആ സമയത്ത് ആ പ്ലാറ്റ്ഫോമിൽ യാത്രക്കാരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ ദുരന്തത്തിൻ്റെ അല്ലെങ്കിൽ ഈ അപകടത്തിൻ്റെ ഒരു തോത് കുറച്ചത് എന്നുള്ളത് തന്നെയാണ് ഇക്കാര്യത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഏതായാലും ഈ പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യം, അതായത് ആ ക്ലോക്ക് ടവർ വിള്ളലുണ്ട് എന്നുള്ള കാര്യം നേരത്തെ തന്നെ അറിയാമായിരുന്നു റെയിൽവേക്ക്. അത് പൊളിച്ചു മാറ്റാനുള്ള നടപടികളുടെ ഭാഗമായി സ്വീകരിച്ചിരുന്നു. പക്ഷേ ഈ കെട്ടിടത്തിൻ്റെ കാര്യത്തിൽ ഒരു മുൻകരുതൽ നടപടി ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം എന്ന് പറയുന്നത്. ഏതായാലും അല്പസമയം മുമ്പാണ് ഈ കെട്ടിടം ഇടിഞ്ഞ് ഈ ക്ലോക്ക് ടവറിൻ്റെ ആ ഭാഗം താഴേക്ക് പോരുന്നത്. ഏതാണ്ടും ഇനി
ഇനിയിപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വളരെ കുറച്ച് ഭാഗം മാത്രമാണ് അവിടെ ഉള്ളത്. അത് ചുടുകട്ട കൊണ്ട് നിർമ്മിച്ച പഴയ കാലത്ത് നിർമ്മിച്ച ഒരു കെട്ടിടമാണ്. ആ കെട്ടിടത്തിന്റെ ഒരു ഭാഗം മുഴുവനായി പോയിരിക്കുന്നു. ഇനിയിപ്പോൾ അതിന്റെ മറുഭാഗം കൂടിയുണ്ട്. അതിനിപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ളത് റെയിൽവേ തീരുമാനിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഏതായാലും വലിയൊരു അപകടം, പ്രത്യേകിച്ച് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് നിരവധി യാത്രക്കാർ കടന്നു പോകുന്ന മലബാറിന്റെ യാത്രയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം കൂടിയാണ് കോഴിക്കോട് എന്ന് പറയുന്നത്, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ആ ഭാഗത്ത് ആ ആളുകൾ നിൽക്കുന്ന, പ്രത്യേകിച്ച് ഈ മലബാർ സൈഡിൽ, ഈ കണ്ണൂർ ആ സൈഡിലേക്കൊക്കെ പോകാനുള്ള യാത്രക്കാർ കൂടുതലും നിൽക്കുന്നത് ആ ഭാഗത്താണ്. അവിടെ നിന്നാണ് ട്രെയിനുകൾ കൂടുതലും പോകുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ വൈകുന്നേരം ആകുമ്പോഴൊക്കെ തിരക്ക് ഉണ്ടാകേണ്ട ഒരു സമയമാണ്. ഏതായാലും ഈ ഒരു സമയമായതിനാൽ യാത്രക്കാർ ആ പ്ലാറ്റ്ഫോമിൽ ഇല്ലാതിരുന്നതിനാൽ, ആ ഭാഗത്തില്ലാതിരുന്നതിനാൽ മാത്രമാണ് അപകടം ഒഴിവായത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ കണ്ണൂർ കോഴിക്കോട് പാസഞ്ചർ ട്രെയിൻ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. അത് 2:05 പുറപ്പെടേണ്ടത്. ആ ഘട്ടത്തിൽ ആയിരുന്നെങ്കിൽ ആ അപകടത്തിന്റെ വ്യാപ്തി വളരെ കൂടുതലാകുമായിരുന്നു. ഏതായാലും ആ ട്രെയിനിലേക്ക് അത് മേൽക്കൂരയുടെ ഒരു ഭാഗം മാത്രമാണ് നിലവിൽ പതിച്ചിട്ടുള്ളത്. കെട്ടിടാവശിഷ്ടങ്ങൾ ട്രെയിനിന്റെ മുകളിലേക്കോ മറ്റോ വീണിട്ടില്ല. പക്ഷേ ആ മേൽക്കൂരയുടെ ഒരു ഭാഗം ട്രെയിനിന് മുകളിലേക്ക് വന്ന് ചാഞ്ഞ് നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിയുകയും ചെയ്യും. ഏതായാലും ആ ട്രെയിനിലേക്കിന്റെ ഭാഗത്തേക്ക് ഈ കെട്ടിടത്തിന്റെ മണ്ണും കല്ലും ഒക്കെ വന്ന് വീഴുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഒരു വലിയൊരു അപകടമാണ് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും മറ്റ് ആരും അതിൻ്റെ ഉള്ളിലില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ആരും ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങുകയോ അല്ലെങ്കിൽ ആ സമയത്ത് അവിടെ ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. ഈ കെട്ടിടം വീഴുന്നത് കണ്ട് അവിടെ ചില ജീവനക്കാരുണ്ടായിരുന്നു. അവരപ്പോൾ തന്നെ അവിടെ നിന്ന് ഓടി മാറുകയും ചെയ്തു. വലിയൊരു ദുരന്തം തന്നെയാണ് വഴിമാറിപ്പോയത്. റെയിൽവേ സ്റ്റേഷനിലെ 2ാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് ഇത്തരത്തിൽ കാലപ്പഴക്കം ചെന്ന ക്ലോക്ക് ടവറിന്റെ കെട്ടിടം ഭാഗികമായി തകർന്ന് വീഴുന്നത്. ആ സമയത്ത് യാത്രക്കാരോ മറ്റ് ജീവനക്കാരോ ഇല്ലാതിരുന്നതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായി പോയത്. ചില ജീവനക്കാർ ഇത്തരത്തിൽ കെട്ടിടം തകർന്ന് വീഴുന്നത് കണ്ട് ഓടി മാറിയതിനാൽ വലിയൊരു അപകടത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചില്ല. എന്തായാലും 2ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ഇത്തരത്തിൽ കെട്ടിടം തകർന്ന് വീണിരിക്കുന്നത്. അതിനാൽ തന്നെ ഇനി കോഴിക്കോട് വഴിയുള്ള ട്രെയിൻ സർവീസുകളൊക്കെ താമസിക്കാനുള്ള ഇടയാക്കുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായേക്കാം. നിലവിൽ കണ്ണൂർ എക്സ്പ്രസ് അടക്കം പിടിച്ചിട്ടിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് ഈ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലടക്കം. കൂടുതൽ വിവരങ്ങളിലേക്ക് തിരികെ എത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.